ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നമ്മൾ കുറേ വീഡിയോ കലങ്കാരി ചെയ്തിരുന്നു. കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ കലങ്കാരി രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമതല്ല, എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഒരു ബാച്ചാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കലങ്കാരീസ് എല്ലാം. അപ്പോൾ ഒത്തിരി കലങ്കാരിയുടെ ലവേഴ്സ് ഉണ്ട്. നമുക്ക് കലങ്കാരി വീഡിയോസ് ഔട്ടാകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 11:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വരുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്രാവശ്യവും നമ്മൾ കുറച്ചധികം കളക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കലങ്കാരി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കലങ്കാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതൊരു പരുപരുത്ത കോട്ടൺ ആണ്. സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള പരുപരുത്ത കോട്ടൺ ആണ്. ഈ കലങ്കാരി കോട്ടൺ ആണോ എന്നൊന്നും ആർക്കും ഒരു ഡൗട്ട് വരില്ല. അത്രയും പരുപരുപ്പുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല തിക്കായിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. കലങ്കാരിയുടെ ഡിസൈൻസ് എല്ലാം തന്നെ ഒരുമാതിരി ഇങ്ങനെ ഒരു ജാലി ടൈപ്പ് പ്രിൻ്റ് പോലെയുള്ള പ്രിൻ്റുകൾ തന്നെയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നവരെങ്ങാനും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 135 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 ഇഞ്ചിലാണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. കുറച്ച് ഡിസൈൻസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഇപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ കളക്ഷൻസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ചിക്കു ഷെയ്ഡിനകത്തേക്ക് പോയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇൻട്രോ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, കലങ്കാരിയുടെ വിഡ്ത്ത് 44 ആണെന്നുള്ളത്. ആക്ച്വലി ഇത് 44 അല്ല, എനിക്കൊരു ഡൗട്ട് തോന്നി. ഇപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വിഡ്ത്തുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ഈ കലങ്കാരി അളന്ന് നോക്കുന്നത്. സാധാരണ എപ്പോഴും 44 ആണ് എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യാറുള്ളത്. എങ്കിലും കുറഞ്ഞു പോയില്ല, കൂടി തന്നെ വന്ന് 47 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ എന്താ പറയുക, ഒരുപാട് വണ്ണമുള്ളവർക്കൊക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും കലങ്കാരി വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ 2 ബാച്ചിലെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരൊറ്റ ഡ്രസ്സ് മാത്രമാണ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് വെയർ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഭയങ്കരമായിട്ട് ഇത് ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വീഡിയോ ഔട്ടാകുമ്പോൾ തന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആകുന്നത് കാണാറുണ്ട്. ഒത്തിരി സന്തോഷം, നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം തന്നെ കലങ്കാരിയാണ്, പ്യുവർ കലങ്കാരിയാണ്. കലങ്കാരി പ്രിൻറ്റിലുള്ളതൊക്കെ കൊണ്ടുവരാറുണ്ട്, പക്ഷേ ഇത് പ്യുവർ കലങ്കാരി തന്നെയാണ് കേട്ടോ. ഇതും നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അതാണ് ഈ ഒരു റേഞ്ചിൽ തരുന്നതല്ലോ. അത് ക്വാളിറ്റിയുടെ കുറവുള്ളത് കൊണ്ടൊന്നുമല്ല. ഇത് വന്നിരിക്കുന്നത് 30s by 30s ആയിട്ടുള്ള കലങ്കാരിയാണ് കേട്ടോ. ഇപ്പോൾ കലങ്കാരിയിൽ മാത്രമാണ് നമ്മൾ 30s കൊണ്ടുവരാറുള്ളത്. 40s ആണ് നമ്മൾ നോർമൽ കോട്ടണിലൊക്കെ കൊണ്ടുവരാറുള്ളത്. പിന്നെ 60s ആണ് ക്യാമ്പ്രിക്കിൽ വരാറുള്ളത്. ഇത് 30s ആണ്. 30s by 30s എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. തിക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പടപടാന്ന് നിൽക്കുകയൊന്നുമില്ല. ഞാനൊന്ന് കാണിച്ചു തരാം. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഈ കലങ്കാരി എടുക്കാനായിട്ട് ഇപ്പം വന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഇങ്ങനെയാണിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ്, ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഒരു ജാലി പോലത്തെ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതാണ്. അതായത് ചിക്കുവിനകത്ത് തന്നെ ഒരു കോഫി ബ്രൗണും ബ്ലൂവും കളറിലുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 135 റുപ്പീസ്. ഒന്നുകൂടെ പറയട്ടെ, വിഡ്ത്ത് വരുന്നത് 47 ഇഞ്ച് വിഡ്ത്തിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലേക്കാണ് പോകുന്നത്. അതിനകത്തും നമുക്ക് ഈ കലങ്കാരിയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്തൊരു 3-4 കളർ ഒരു ഫാബ്രിക്കിനകത്ത് ഒരു ഒറ്റ ഡിസൈനിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇതും ചിക്കു തന്നെ ബേസ് എന്ന് പറയാം. പക്ഷേ അതിനകത്ത് കളേഴ്സ് കയറുന്നതനുസരിച്ച് ചിക്കുവിന് കുറച്ച് വേരിയേഷൻ വരുന്നുണ്ട്. ഒരു ബ്രൗൺ, ബ്ലൂ, അതുപോലെ തന്നെ മസ്റ്റാർഡ് യെല്ലോ, ഒരു ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെയാണ് ഇതിനകത്ത് കളേഴ്സ് പോകുന്നത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഒരു പാറ്റേണിലാണ്. ഈ കലങ്കാരി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ട്രെൻഡ് മാറുന്നതോ അല്ലെങ്കിൽ ഫാഷൻ ഔട്ട് ആകുന്നതായിട്ടുള്ളൊരു ഫാബ്രിക് അല്ലല്ലോ. എപ്പോഴും കലങ്കാരി ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും എന്താ പറയുന്ന ഒരു യെല്ലോയുടെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ടോണാണ്. അതിനകത്തൊരു പിങ്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. എല്ലാം 30s by 30s ആയിട്ടുള്ള കലങ്കാരി കോട്ടൺ തന്നെയാണ് കേട്ടോ. നമുക്കിനി 60s ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് ടൈം ഞാൻ 60s കൊടുത്തിട്ടുണ്ടായിരുന്നു, 30s കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് എല്ലാം തന്നെ 30s മാത്രമാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. ഫുൾ ജാലിയാണ്, ഒന്നും പൂട്ട വരുന്നില്ല. എല്ലാം കലങ്കാരിലധികം തന്നെ ജാലി പോലെയാണ് വരുന്നത്. കളർ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡിസൈൻ പോലത്തെ, ഫസ്റ്റ് വൺ കണ്ടതുപോലെ, പക്ഷെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക,
ഒരു കളറ് കുറഞ്ഞ ഒരു ഫാബ്രിക്കാണ് കേട്ടോ, ഡിസൈനാണ് ഇത്. ഇതിനകത്ത് ബ്ലാക്കും ബ്ലൂവും കൂടെ ആയിട്ടുള്ളൊരു കളറിലാണ് ഇതിൻ്റെ പ്രിൻറ്റുകളെല്ലാം പോകുന്നത്. ഞാൻ വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കിനി വരുന്ന ഈ ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടായിട്ടുള്ള ആ സമയത്തൊക്കെ വെയർ ചെയ്യാവുന്നൊരു, എനിക്ക് തോന്നുന്ന ക്യാമ്പ്രിക്കിനെ കഴിഞ്ഞും അതുപോലെ 40s കഴിഞ്ഞും ഒക്കെ കൂടുതൽ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി വാട്ടർ അബ്സോർബ് ചെയ്യുന്നൊരു ഫാബ്രിക്കാണ് ഈ ഒരു കലങ്കാരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ചിക്കു ഷെയ്ഡിനകത്തേക്ക് റെഡും ബ്ലൂവും കൂടെ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് തന്നെയാണ്. കുറച്ച് വലിയൊരു പ്രിൻ്റാണ്. നമുക്ക് ഈ കലങ്കാരിയുടെ കുർത്തിയൊക്കെ റെഡിമെയ്ഡ് കിട്ടുമ്പോൾ നമുക്ക് ഏത് കണ്ടാലും ഏതാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടതെന്നൊരു ഡൗട്ട് വരുന്ന പോലെ അത്രയ്ക്ക് നല്ലൊരു ഡിസൈൻസ് ആയിരിക്കും ഈ കലങ്കാരിയിൽ തന്നെ വരുന്നത്. ഇത് വന്നിരിക്കുന്നത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറിൽ തന്നെയാണ്. കണ്ടല്ലോ നിങ്ങൾ, എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ചിക്കു തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഞാൻ പറയുന്നത് പോലെ കളർ കയറി വരുമ്പോൾ കുറച്ച് ചിക്കുവിൻ്റെ കളറിനും കുറച്ച് വേരിയേഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് വന്നിട്ടുള്ള പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ബ്ലാക്ക്, അങ്ങനെ ജെറ്റ് ബ്ലാക്ക് അല്ല എങ്കിലൊരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കോഫി ബ്രൗൺ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറും ബ്ലൂവും കൂടെ ആയിട്ടുള്ള കളറിലാണ് ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. നമ്മളിത് വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ. ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന പച്ചയോടുകൂടെ മഞ്ഞയും ബ്ലൂവും കൂടെ ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഈ പച്ചക്കകത്തേക്ക് ആ മഞ്ഞ കളറും കൂടെ മിക്സ് ആകുമ്പോൾ വരുന്നൊരു കളറുണ്ടല്ലോ, നമുക്കിതിന് എക്സാക്റ്റ് ഇന്ന കളറാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് വരുന്നത്. 47 ഇഞ്ചാണ് വിഡ്ത്ത്. 135 റുപ്പീസാണ് ഫാബ്രിക്കിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കലങ്കാരി ചോദിക്കുമ്പോൾ കുറച്ച് പേര് ലൈറ്റ് കളർ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്. അതായത് കലങ്കാരി അധികം തന്നെ അങ്ങനെ ഒരുമാതിരി ലൈറ്റ് ടോണിലേക്ക് പോകാറില്ല. പക്ഷെ ഇപ്രാവശ്യം വന്നതിൽ ഇതൊരു ലൈറ്റ് ടോൺ തന്നെയാണ്. ഇത് വന്നിരിക്കുന്നതും ഒരു ക്രീം, ഒരു ചിക്കുവിൻ്റെ ഒക്കെ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കിട്ടുന്നത് ക്രീമാണെന്ന് പറയാം. അതിനകത്തേക്ക് ഒരു ബ്ലൂവും ഗ്രീനും പിങ്കും കൂടെയുള്ള കളറിലാണ് വെയർ ചെയ്യുമ്പോൾ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വൺ കാണുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇത് ജാലിയാണെങ്കിലും ഇതിനകത്തുള്ള പ്രിൻ്റ് കുറച്ച് ചെറുതാണ്, ഒത്തിരി ചെറുതല്ല എങ്കിലും നമ്മൾ കണ്ടതിൽ വെച്ച് ചെറിയൊരു പ്രിൻ്റാണിത് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, ചെങ്കൽ കളറിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള ടോണിലാണ്. അതിനകത്ത് യെല്ലോ, ബ്ലൂ അങ്ങനെ ഉള്ള കളേഴ്സ് എല്ലാം തന്നെ കയറുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലോസ് ചെയ്യൽ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ റീൽസൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് കണ്ടത് കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പോൾ 47 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പ്രൈസ് 135 റുപ്പീസ് പെർ മീറ്ററിലാണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഇപ്പോഴും 2-3 പേരൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായി ജോയിൻ ചെയ്യുന്നവരായിരിക്കും. ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന കമൻറ്റൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഷോപ്പിൽ മാത്രമല്ല ഓൺലൈനിലും നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 ആണ് കേട്ടോ നമ്പർ വന്നിരിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.